ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയുക, ആമസോണിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളാണ് കാണുന്നത്. ടൈമലേക്ക് ഒന്നല്ല കേട്ടോ. അതായത് ഞാൻ അടുക്കളയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് നമ്മുടെ സാധനങ്ങൾ കിട്ടുവെക്കാനായിട്ടുള്ള കുറച്ച് ബോട്ടിലുകൾ, അതുപോലെ തന്നെ തേങ്ങ ചിരവണ ഒരു മെഷീൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് കുറച്ച് എന്താ പറയുക വെറൈറ്റി സാധനമായതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ തേങ്ങ ചിരവാൻ മടിയുള്ളവർക്കുള്ള മെഷീൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് മേടിച്ചിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇത് ചിരവി ഒരു നേക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചിരകാൻ പറ്റും. കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടിട്ട് ഒരു തേങ്ങ 2 കഷ്ണമാക്കിയിട്ട് ഒന്ന് ഞാനും ചിരകി, ഇതിൽ മെഷീനിൽ ചിരകി നോക്കി, ഒന്ന് ഏട്ടനെ കൊണ്ട് നോർമലായിട്ട് ചിരവി നോക്കി. ഇതിൽ ഞാൻ ചിരകണേക്കാളും സ്പീഡിൽ ഏട്ടൻ ആ ഒരു തേങ്ങ ചിരവി കിട്ടിയെന്നാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുറേ തേങ്ങ ചിരവുള്ളപ്പം ഞാൻ നമ്മുടെ അവിടെ വിഷു ഉണ്ടായിരുന്നല്ലോ, വിഷുള്ള സമയത്ത് ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ തേങ്ങയ്ക്കുള്ളപ്പം കുറച്ചൊരു 5 തേങ്ങയൊക്കെ ചിരകി ഓക്കെയാണ്. പിന്നെ അങ്ങോട്ട് ചിരകുമ്പോഴേക്കും കൈയൊക്കെ വേദന വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മിഷൻ്റെ ഈ ഒരു ബ്രീവൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. കാണാനൊക്കെ ഭംഗിയുണ്ട്. നമ്മൾ ഈ ഒരു മോഡൽ കിച്ചണിലൊക്കെ ഒരു ഭംഗിക്കൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് തേങ്ങ ചിരവാനായിട്ടും അതിന് പുറമെ നമ്മുടെ ഈ ലെമൺ സ്ക്യൂസറും കൂടെ വരുന്നുണ്ട്. ഇതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലേ. അപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് എടുക്കാനും കൂടെയുള്ള സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങ ചിരവണേൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ, ഇത് മൂടി വെക്കാനായിട്ട് ഇവിടെ ഒരു ക്യാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അല്ലാത്ത സമയം ക്യാപ്പ് ഇങ്ങനെ വെച്ചിട്ട് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ മുറിയിൽ വെച്ചിട്ട്. പിന്നെ ഇത് ആ ഒരു ഇങ്ങനെ തെറിച്ച് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നാരങ്ങയൊക്കെ പിഴിയുമ്പോഴോ അല്ലെങ്കിൽ തേങ്ങ ചിരവണ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകാണ്ടിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. അപ്പോൾ ഇതിൻ്റെ വേറെ 3 കളറും കൂടെ വരുന്നുണ്ട് ഈ ഒരു മെഷീൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ കറണ്ടിൽ കുത്തി കൊടുത്തതിന് ശേഷം തേങ്ങ നമ്മൾ ഒരു കയ്യിൽ പിടിക്കുക, വലത് കയ്യിൽ തേങ്ങ പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നില്ലേ, ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നടു ചിരവാൻ പാടില്ല. തേങ്ങേൻ്റെ സൈഡ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ചിരകി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് പിടി കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞി തേങ്ങ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ഇത് ഈ ഒരു ബ്ലേഡ് കവർ ചെയ്ത് ഇതിൻ്റെ ഉണ്ടോ, അത്യാവശ്യം വലിയ ബ്ലേഡ്. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇങ്ങനെ തിരിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, ചിരവി ഒരു നേക്കെത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല സംഭവമാണ്. എന്നാൽ നമുക്ക് മറ്റേ ചിരവയിൽ അതാണ് എന്താ പറയുക ഈസിയെങ്കിൽ അങ്ങനെ ആവാട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുള്ളൂ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും പറയില്ല. എനിക്ക് തോന്നുന്നു ചിരവി ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അങ്ങനെ കുഴപ്പമില്ല. എനിക്ക് ഒരു എന്താ പറയുക ആവറേജ് പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് മേടിക്കേണ്ട ഒരു സംഭവമാണ്. അടിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാനായിട്ട് ഇതുണ്ടോ ഈ ഒരു വാക്കും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈലിൻ്റെ മേലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോറിൽ നല്ല സ്റ്റിക്ക് ചെയ്ത് നിന്നോളൂ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് ഈ ഒരു ലെമൺ അല്ല ഈ ഒരു ചിരവ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ കാണിച്ചു തരാം. അടുത്ത് വന്നിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വുഡൻ്റെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സംഭവമായിരുന്നു. അങ്ങനെ കറയൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ഞാൻ റെഡും വൈറ്റും കൂടെ വരുന്ന കട്ടിംഗ് ബോർഡ് കടയിൽ നിന്ന് മേടിച്ചാൽ വന്നിട്ടുണ്ട്. അതാണെങ്കിൽ കുറച്ച് മഞ്ഞ കളർ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കഴുകി കഴിഞ്ഞാലും ആ ഒരു മഞ്ഞ കളർ പോകാത്ത നമുക്കൊരു നീറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് മേടിച്ചാണ് ഈ ഒരു കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ മുളയിലാണ് വരുന്നത്. എന്തെങ്കിലും കൊളുത്തിടാനാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ നോർമലി വരുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുളയിൽ വന്നിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡാണ്. ഇവിടെ കണ്ടോ, അരിയുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ സ്ക്രാച്ചുകൾ വീണല്ലോ, അത് വീണിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഡെയിലി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് നമുക്ക് വീഡിയോസൊക്കെ കട്ട് ചെയ്യാണ്ട് പിടിച്ചാട്ടോ. അപ്പോൾ കാണാൻ ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ വെക്കുമ്പോൾ സമയത്ത് ആ ഒരു വെള്ള കട്ടിംഗ് ബോർഡിനെ കാട്ടും ഇങ്ങനത്തെ ഒരു കിച്ചണിലൊക്കെ ഇത് നന്നായിട്ട് സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബോട്ടിലാണ് മേടിച്ചിട്ടുള്ളത്. ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതന്ന് വിഷുവിന് മേടിച്ചിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. മറ്റേ കായവത്തും നമ്മുടെ ശർക്കര വട്ടയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുൾ വിസിബിളാണ്. ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആണ്. മൂടിയാണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിലാണെങ്കിലും നമുക്ക് കാണാൻ എന്താ വെച്ചിട്ടില്ല. അപ്പം അവിടെ കണ്ടോ, നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബേക്കറി അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇട്ട് വെക്കാം, പയർവർഗ്ഗങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അപ്പോൾ ഇതിലായിട്ട് ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങളാണ് നിറച്ചിട്ടുള്ളത്. ഇത് 4 എണ്ണമാണ് വരുന്നത് കേട്ടോ.
അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെ 2 സൈഡ് നമ്മൾ ഇങ്ങനെ ആക്കാൻ ഓപ്പൺ ചെയ്തു. പിന്നെ ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും സാധനങ്ങൾ. അങ്ങനെ കാറ്റൊന്നും കയറി തണുക്കണ പ്രശ്നമൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് ഞാൻ ഓൾറെഡി സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒഴിച്ചല്ല കേട്ടോ, ഇത് നമ്മുടെ കുറച്ച് ഓൾഡ് ആണ്. ഇതിൽ ആ ഫ്രൂട്ട് ഇട്ട് വെച്ചതിൻ്റെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾ ചിലപ്പോൾ നമ്മളെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണ്, പറ്റിയ സംഭവമാണ്. ഇതിൻ്റെ മേലെ ഇതിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവിടെ വെക്കാറുണ്ട് നമ്മുടെ ഡൈനിങ്ങിലായിട്ട്. നല്ല ഭംഗിയുള്ള ഈ ഒരു ലീഫ് പോലത്തെ വാഴയിലാണോ എന്തോ ഒരു ലീഫാണോ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നല്ല ഭയങ്കര ക്ലാസ് ഭയങ്കര സൂപ്പറായിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിന് റേറ്റ് വരുന്നുണ്ട് എന്തായാലും 1500 ആ റേറ്റ് ഉണ്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഷോപ്പ് പീസൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഭംഗിയിൽ വെക്കാൻ ഈ റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പം തന്നെ എൻ്റെ താഴെ കുട്ടിയൊന്നും വിചാരിച്ച് ഞാൻ പറ്റാൻ പോകുന്നില്ല. കാരണം ഈ മേലെ കയറ്റി വെച്ചിട്ടേ ഞാൻ അതിലേക്ക് പോയപ്പോൾ ജസ്റ്റും തട്ടിപ്പോയി താഴെ വീടില്ല ഭാഗ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള സംഭവമാണ്. പിന്നെ അടുത്തത് വന്നിട്ട് വേറെ കുറച്ച് ബോട്ടിലാണ്. ഇതേപോലെ ഇതിലും കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതും ഗ്ലാസ് അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. ഇതിന് നമ്മുടെ നോർമൽ ഇതേപോലത്തെ കൂടിയാണ് വരുന്നത്. നല്ല ടൈറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പം ഇത് 1 ലിറ്ററിൻ്റെ ആവുന്നുണ്ട്. അതിന് നമുക്ക് 6 ലിറ്റർ സാധനങ്ങളൊക്കെ പറ്റുള്ളൂ. ആ ഒരു ഇത് വെച്ചാൽ സൈസ് പറയുമല്ലോ. ഇത് നമുക്ക് 1 കിലോയുടെ സാധനം പിടിച്ചാൽ ഇതിൽ സുഖമായിട്ട് ഇട്ടുവെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ എന്താ പറയുക, എനിക്കിങ്ങനെ കുറേ എഴുത്തും പൂക്കളും വരുന്ന ബോട്ടിലൊന്നും ഇഷ്ടമല്ല. കുറച്ച് ഇങ്ങനത്തെ ഫ്രീ ആയിട്ടിരിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടി മാത്രമേ ഇത് ഇങ്ങനത്തെ എടുക്കുന്നുള്ളൂ. നല്ലതാണ്, എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഇതും ഈ നേരത്തെ കാണിച്ച ബോട്ടിലുകളും അടിപൊളിയാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഇതൊരു ഷോ സംഭവമാണ്. ഞാൻ കുറച്ച് മുൻപ് മേടിച്ചിട്ടാണ്. ഇതൊക്കെ ഇതിന് പൊടി ഇരിക്കുന്നുണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു മുടി സെറാമിക്കിൻ്റെ ആണ് കേട്ടോ. വീട് പൊട്ടാൻ പെട്ടെന്ന് ആയി പോകും. പിന്നെ നല്ല ഭംഗിയുള്ള ഇതൊരു സ്പൂണ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കോഫിയോ എത്ര ഉണ്ടാവും, അത്യാവശ്യം ഹെവി ആണോ വലുതാണ്ടോ വലുപ്പമുണ്ടേ. ഇവിടെ ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ്. ലവ് യുവർ ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു മാനിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് നമ്മുടെ ആ ഒരു ലവ് സിമ്പിളിൻ്റെ പകുതി ഇവിടെയാണ് എൻ്റെ ഇതിൽ പിടിയായിട്ട് ഹാൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് കളറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ വെറുതെ കവറാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഷോ ആയിട്ട് വെക്കാം. ഇതേപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സംഭവമാണ്. ഞാൻ ആ ഒരു സ്പേസ് കാണുന്നില്ലേ, അവിടെയാണ് ഇതിന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും അല്ലാണ്ട് കുറേ ഐറ്റംസ് ആമസോണിലുള്ളത് വേറെ ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് ലിങ്ക് വേണമെങ്കിൽ പിന്നെ ലിങ്കല്ല വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് മേടിച്ചിട്ടുള്ളത് ഇത് നമ്മൾ കുറച്ച് മുൻപ് മേടിച്ചതാണ്. ഇങ്ങനെ ഷുഗർ കോഫി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഒരു ബോട്ടിലാണ്. ഇത് നമ്മളെ കാട്ടുകഥയിൽ നോക്കി കഴിഞ്ഞാൽ കോഫി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോഫി ഇട്ട് വെക്കാം. ഇതിൽ ഷുഗർ മിച്ചു കാണുന്നല്ലോ, ഷുഗർ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്, അത് ടീൻ്റെയാണ്. അങ്ങനെ ഇങ്ങനെ 3 വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ബോട്ടിലാണ്. ഇത് കുറേ മേടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല കാപ്പിപ്പൊടിൻ്റെ മണം, ഇവിടെ പൊടിച്ചെടുത്ത കാപ്പിപ്പൊടിൻ്റെ ആ ഒരു ഏലക്കേൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണമുണ്ട്. പിന്നെ എന്താ, അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ കുറേ വൈകിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടോപ്പാണ്, ഫീഡിങ് കുർത്തിയാണ്. കുറേ മുൻപ് മേടിച്ചാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് നിച്ചുണ്ടാവണതിന് മുന്നേ മേടിച്ചാണ് കേട്ടോ. നിച്ചിന് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞില്ലേ. ഒരുപാട് യൂസ് ചെയ്തു, ഒരു കുഴപ്പമില്ല, കളർ വരുന്ന പ്രശ്നമൊന്നുമില്ല. നല്ലതാണ്, നല്ല ഡ്രസ്സ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. നമ്മുടെ കറക്റ്റ് ഒരു ഷേപ്പിൽ നിൽക്കും. ഞാനിതൊന്നും ആൾട്ടർ ചെയ്തിട്ടേ ഇല്ല, കയ്യോ നമ്മുടെ ഈ ഒരു ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കറക്റ്റ് ഫിറ്റാണ് സംഭവം. നമ്മുടെ സൈസ് നോക്കിയിട്ട് ലാർജ് അതൊക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതല്ലാണ്ട് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് കുർത്തകൾ കൂടി ഉണ്ട്. അതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ. ഈ ഒരു കുർത്തയാണെങ്കിൽ നമുക്ക് ഫീഡിങ് കുർത്തയായിട്ടാണ് വരുന്നത്. 494 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ പിങ്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേറെ കളേഴ്സ്, ഗ്രീനിൽ, അതുപോലെ തന്നെ ബ്ലൂ, ബ്ലാക്ക്,
പിന്നെ എന്താ പറയുക ഒരുപാട് കളേഴ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. യൂസ് ചെയ്യാനായിട്ടും കംഫർട്ടബിൾ ആണ്. രണ്ട് സൈഡിൽ സിപ്പ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ നോർമൽ കുർത്തിയാണ്. ഇതിൻ്റെ ആ ഒരു കട്ടിങ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അധികം തടിയൊന്നും തോന്നാണ്ട് ശരീരം നല്ല ഫിറ്റായി നിൽക്കും. 719 രൂപയാണ് ഈ ഒരു കുർത്തേൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്ന് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, പുതിയ ഡേറ്റ് മെലീഫോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.